UDFിന്റെ ഇന്ദിരാ ഗ്യാരണ്ടികളിൽ ഏറ്റവും ഗ്ലാമർ ഇനം ഏതെന്ന് ചോദിച്ചാൽ അത് KSRTC ബസ്സുകളിൽ സ്ത്രീകൾക്ക് പ്രഖ്യാപിച്ച സൗജന്യ യാത്രയാണ്. ഈ മാസം 15 മുതൽ പദ്ധതി നടപ്പിലാകാൻ പോവുകയാണ്. അതിന്റെ ചർച്ചകൾ ഇന്നലെ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ഗതാഗത മന്ത്രി CP ജോണുമായി നടന്നു. നാളത്തെ മന്ത്രിസഭാ യോഗത്തിന് ശേഷം പദ്ധതിയുടെ പൂർണ്ണ പ്രഖ്യാപനം മുഖ്യമന്ത്രി നടത്തും. അതിൽ പദ്ധതി നടത്തിപ്പിന്റെ വിശദാംശങ്ങൾ ഉൾപ്പെടെ ഉണ്ടാകും. ഇന്നലെ മുഖ്യമന്ത്രിയുമായുള്ള ചർച്ചയ്ക്ക് ശേഷം മാധ്യമങ്ങളെ കണ്ട മന്ത്രി CP ജോൺ വ്യക്തമാക്കിയ ഒരു കാര്യമുണ്ട്. എല്ലാ സ്ത്രീകൾക്കും സൗജന്യ യാത്രയുണ്ടാകും. അതിൽ പണക്കാരെന്നോ പാവപ്പെട്ടവരെന്നോ ഉള്ള വേർതിരിവ് ഉണ്ടാകില്ല. അപ്പോൾ മാധ്യമപ്രവർത്തകർ ചോദിച്ച ചോദ്യം KSRTCയുടെ എല്ലാ ബസ്സുകളിലും സൗജന്യം ഉണ്ടാകുമോ എന്നതാണ്. അക്കാര്യം മന്ത്രിസഭാ യോഗത്തിന് ശേഷം മുഖ്യമന്ത്രി പ്രഖ്യാപിക്കുമെന്നാണ് CP ജോൺ പറഞ്ഞത്. എന്നാൽ ചില മാധ്യമപ്രവർത്തകർ ഓർഡിനറി ബസ്സിൽ മാത്രമേ സൗജന്യ യാത്രയുള്ളൂ എന്ന് സ്ഥാപിച്ച് ആ ഉത്തരം മന്ത്രിയുടെ വായിൽ തിരികെ കയറ്റി മറുപടി നേടാനുള്ള ശ്രമം നടത്തി. ഒന്നല്ല പലവട്ടം. പക്ഷേ ഓർഡിനറിയിൽ മാത്രമേ ഉള്ളൂ എന്ന് താൻ പറഞ്ഞില്ലല്ലോ എന്ന് മന്ത്രി ഉടൻ തന്നെ മറുപടി കൊടുക്കുകയും ചെയ്തു. ഇന്നും മന്ത്രി മാധ്യമങ്ങളെ കണ്ടപ്പോൾ സൗജന്യ യാത്രയെക്കുറിച്ച് പറഞ്ഞു. അപ്പോഴും പല മാധ്യമങ്ങളും ഓർഡിനറിയിൽ മാത്രമേ സൗജന്യ യാത്രയുള്ളൂ എന്ന തരത്തിൽ ചോദ്യം ചോദിച്ചു. മന്ത്രിയെ കൊണ്ട് അത് പറയിക്കാനുള്ള നീക്കമാണ് നടത്തുന്നത്. കാരണം ഓർഡിനറിയിൽ മാത്രമേ സൗജന്യ യാത്രയുള്ളൂ എന്നും സർക്കാർ അത് സംബന്ധിച്ച് തീരുമാനമെടുത്തു എന്നും ഇന്നലെ എല്ലാ മാധ്യമങ്ങളും വാർത്ത ചമച്ചതാണ്. ആ വാർത്ത ഉറപ്പിക്കാനുള്ള ശ്രമമാണ്. എന്നാൽ മന്ത്രി അത് സംബന്ധിച്ച് ഒരു വാക്കും മറുപടിയായി പറഞ്ഞിട്ടില്ല. അക്കാര്യം മുഖ്യമന്ത്രി പ്രഖ്യാപിക്കുമെന്നാണ് മന്ത്രിയുടെ ഇന്നത്തെയും പ്രതികരണം. ഇനി ഓർഡിനറിയിൽ മാത്രമേ സൗജന്യ യാത്രയുള്ളൂ എങ്കിലും ആ നയതീരുമാനം മന്ത്രിസഭാ യോഗത്തിന് ശേഷം മുഖ്യമന്ത്രി തന്നെ പ്രഖ്യാപിക്കുമെന്ന ഉറച്ച നിലപാടാണ് ഗതാഗത മന്ത്രി CP ജോൺ സ്വീകരിച്ചത്. മാധ്യമങ്ങൾക്ക് തങ്ങൾ ആഗ്രഹിച്ച ഉത്തരം മന്ത്രിയെ കൊണ്ട് പറയിപ്പിക്കാൻ കഴിഞ്ഞില്ല. അതിന്റെ വീഡിയോ കാണാം. ഞാൻ തന്നെ ഇപ്പോൾ ട്രാൻസ്പോർട്ട് മന്ത്രിയല്ലേ, എനിക്ക് പോലും അവിടെ ഞാൻ ട്രാൻസ്പോർട്ട് മന്ത്രിയാണെന്നുള്ളതുകൊണ്ട് ട്രാഫിക് നിയമങ്ങൾ ലംഘിക്കാനുള്ള ഒരു അവകാശമുണ്ട്. അതെ, പരാതി ഉയരുന്നത് ഈ വടക്കൻ ജില്ലകളിൽ എണ്ണം വളരെ കുറവാണ്. അവിടെ ഇത് ഫലപ്രദമായി നടപ്പിലാക്കുക എന്നുള്ള കാര്യം ഉയർന്നിട്ടുണ്ട്. അതിനോടൊപ്പം തന്നെ ബസ്സുകളുടെ എണ്ണവും കുറവാണ്. കൂടുതൽ ബസ് വാങ്ങിക്കുന്ന നടപടിയോ അല്ലെങ്കിൽ ഈ സ്വകാര്യ ബസ്സുകൾ വാടകയ്ക്കിട്ട് നടപടി അങ്ങനെ എന്തെങ്കിലും ആലോചിക്കുന്നു? തെക്കും വടക്കുമായിട്ട് KSRTCക്ക് ഒരു അന്തരമുണ്ട്. അതിൽ 24%, 25% വണ്ടികളാണ് പാലക്കാട് മുതൽ വടക്കോട്ടുള്ള ജില്ലകളിലുള്ളത്. എന്നാൽ 33% സർവീസുകൾ വടക്കൻ ജില്ലകളിൽ പോകുന്നുണ്ട്. കാരണം തെക്കൻ ജില്ലകളിൽ നിന്നും ആരംഭിക്കുന്ന 415 സർവീസുകൾ വടക്കൻ ജില്ലകളിലും എത്തുന്നുണ്ട്. അപ്പോൾ സർവീസുകളുടെ എണ്ണത്തിൻ്റെ കാര്യത്തിൽ 33% സർവീസുകൾ വടക്കൻ ജില്ലകളിലുണ്ട്. വടക്കൻ ജില്ലകളിലെ ജനസംഖ്യ 42%. ഭയങ്കരമായൊരു അന്തരമില്ല. പക്ഷേ വടക്കൻ ജില്ലകളിലെ ചില പ്രദേശങ്ങളിൽ ഞാൻ നിയമസഭയിൽ തന്നെ പറഞ്ഞു, ഇപ്പോൾ മഞ്ചേശ്വരത്ത് KSRTC സർവീസ് ഇല്ല. അപ്പോൾ അവിടെ മഞ്ചേശ്വരം പോലുള്ള സ്ഥലങ്ങളിൽ, തീരെ ഇല്ലാത്ത സ്ഥലങ്ങളിൽ നമ്മളത് അടിയന്തരമായിട്ട് തന്നെ അത് പരിഹരിക്കാൻ ശ്രമിക്കും. പിന്നെ പടിപടിയായിട്ടല്ലേ നമുക്ക് ചെയ്യാൻ കഴിയുള്ളൂ. അത് KSRTCയുടെ എല്ലാ സർവീസും കൂടിയാണ് ഞാൻ പറയുന്നത്. അപ്പോൾ KSRTC തീരെ കടന്നു ചെല്ലാത്ത ചില കോണുകളിലേക്ക് ഈ സാഹചര്യത്തിൽ ചെല്ലേണ്ടതായിട്ടുണ്ട് എന്നാണ് തോന്നുന്നത്. അത് പറഞ്ഞില്ലല്ലോ, നാളെ പറയാം. സ്ത്രീകൾക്ക് അല്ലെങ്കിൽ കുറച്ചുകൂടി പിന്നോട്ടുള്ള സ്ത്രീകൾക്ക് അല്ലെങ്കിൽ വിദ്യാഭ്യാസം സാധാരണക്കാരായിട്ടുള്ള ആൾക്കാർക്ക് ഓർഡിനറി ബസ് തിരിച്ചറിയാൻ സാധിക്കും. ഇപ്പോൾ തമിഴ്നാട്ടിലാണെങ്കിൽ പിങ്ക് ബസ് സ്ത്രീകൾ കയറും. അങ്ങനെ എന്തെങ്കിലും ഐഡന്റിഫിക്കേഷൻ ആലോചനയിലുണ്ടോ? ഞാൻ ഓർഡിനറിന്നും ഫാസ്റ്റ് ഒന്നും ഇപ്പോൾ പറഞ്ഞിട്ടില്ല ഇതുവരെ. ഏതിലാണോ അത് സ്ത്രീകൾക്ക് തിരിച്ചറിഞ്ഞ് കയറാൻ സാധിക്കും. സ്ത്രീകൾക്കിടയിൽ വ്യത്യാസമില്ല, തിരിച്ചു വ്യത്യാസങ്ങളില്ല. എല്ലാ സ്ത്രീകൾക്കും എല്ലായിടത്തും സഞ്ചരിക്കാൻ കഴിയുമെന്നുള്ളതായിരുന്നു. ഓർഡിനറി ബസ്സിൽ മാത്രമാണെങ്കിൽ അങ്ങനെ ഒരു സഞ്ചാര സ്വാതന്ത്ര്യം ഉണ്ടാവില്ല എന്നതാണ് മുഖ്യമായിട്ട് വരുന്നത്. സ്വാതന്ത്ര്യക്കുറവൊന്നുമില്ല. എല്ലായിടത്തും ഒരേപോലെ സഞ്ചരിക്കാൻ സ്വാതന്ത്ര്യം എന്നുള്ള വാക്ക് തങ്ങൾ ഉപയോഗിച്ച് ശരിയല്ല. എല്ലാവർക്കും സ്വാതന്ത്ര്യമുണ്ട്. ഞാൻ അറിഞ്ഞില്ല. അറിയില്ല. ബസ്സുകൾക്ക് നിയമലംഘനം നടത്താനുള്ള അധികാരമില്ല. ഞാൻ തന്നെ ഇപ്പോൾ ട്രാൻസ്പോർട്ട് മന്ത്രിയല്ലേ, എനിക്ക് പോലും അവിടെ ഞാൻ ട്രാൻസ്പോർട്ട് മന്ത്രിയാണെന്നുള്ളതുകൊണ്ട് ട്രാഫിക് നിയമങ്ങൾ ലംഘിക്കാനുള്ള ഒരു അവകാശമില്ല. എന്തോ
5-ാം തീയതി പരിപാടി ഉദ്ഘാടന പരിപാടി പോലെ ഉണ്ടാവുന്നു. അതിപ്പോൾ നാളെ പറയാം ഓക്കെ.